ഇപ്പോ അവരകത്ത് കയറിയിട്ടുണ്ട്. ശരി മാവാ. ആ, ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരോടും പറയാനുണ്ടായിരുന്നു. എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടെൻഷൻ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ പകല് 1-2 പ്രാവശ്യം ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് എന്തോ ഒരു മൂഡ് ഔട്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയേ. ഒന്നുമില്ല. ഒന്നുമില്ലല്ലോ? ഏയ് ഇല്ല സാർ, സാറിന് വെറുതെ തോന്നിയതോ? നാളെ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു മീഡിയ ഇന്റർവ്യൂ ആണ്. അതൊരു പുതിയ ചാനലിലെയാ. ഓ, ഹോട്ടൽ രാജ ഇന്റർനാഷണൽ വെച്ചാ. ആ, നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം എന്റെ കൂടെ. ഞാൻ പാർട്ടി ഓഫീസിൽ പോയി മീറ്റിംഗും കഴിഞ്ഞ് ഹോട്ടലിലേക്ക് വന്നേക്കാം. നിങ്ങൾ രണ്ടുപേരും നേരിട്ട് അങ്ങോട്ട് വന്നാൽ മതി. ശരി സാർ. ശരി അച്ഛാ. പ്രതാപ, ഫാമിലി ഇന്റർവ്യൂ അല്ലേ? അതെ ചേച്ചി. അപ്പോ ഞാൻ വരണ്ടേ? പിന്നെ ചേച്ചി കൂടി വരണം. ഇവരുടെ കൂടെ വന്നാൽ മതി. അത് വേണ്ട പ്രതാപ, ഞാൻ നേരിട്ടെത്തിക്കോളാം. ശരി, അങ്ങനെ ആവട്ടെ. അതെ, നിന്നെ നിങ്ങളെ പണ്ട് മുതലേ ഈ വിളിക്കാത്തടത്തൊക്കെ ഉണ്ണാൻ നടക്കുന്നവരാണല്ലോ. ആ കാര്യം ഋതു പറഞ്ഞത് 100% ശരിയാ. ഇവര് പണ്ട് മുതലേ കല്യാണ ഉണ്ണികളിൽ പെട്ടതാ. അച്ഛൻ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രതാപവർമ്മ സാറ് സൂര്യമംഗലത്ത് മഹാദേവവർമ്മ സാറിന്റെ പ്രിയ ശിഷ്യനായിട്ട് വന്നു. ദേ അവിടെയും അംബിക വിളിക്കാതെ ഉണ്ണാൻ വന്നു. കുടത്തിനകത്ത് ഗോമൂത്രം കൊണ്ടു നടന്ന് വിൽപ്പനയായിരുന്നല്ലോ. അതെ, ആദ്യകാലത്ത് ഗോമൂത്ര അംബിക എന്നാ അറിയപ്പെട്ടിരുന്നു. പാൽക്കാരി അംബിക പിൽക്കാലത്ത്. ചി, നിർത്തടി. നീയൊക്കെ നോക്കിക്കോ. ഞാനേ നാളെയും ആ വ്യാജ സിസ്റ്റർ പവിത്ര ഇറക്കും. മൂശേട്ട പിടിച്ച മുഖഭാവവുമായി നടന്ന പ്രതാപന്റെ മുഖത്തിപ്പോ കുറുക്കൻ കോഴിയെ കണ്ട മട്ടിലൊരു ചിരിയൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. ഉടനെ തന്നെ അച്ഛന്റെ കല്യാണ സദ്യ മൂക്കുണ്ണേണ്ടി വരും. നിർത്ത്. ബാക്കിയോട് കേക്കടി. അച്ഛനെയും അമ്മയും ഒരുമിപ്പിക്കാനായി അഹോരാത്രം കഷ്ടപ്പെട്ട മകൾക്കും മരുമകനും ഈ അമ്മായിയുടെ വക തൂശനിലെ വിവാഹ സദ്യ. പപ്പടം, പഴം, പായസം, ശർക്കര വരട്ടി, ഉപ്പേരി, 16 തരം കറിയും കൂട്ടി ഒരു ഉഗ്രൻ സദ്യ. പവിത്ര പരിണയം. നിന്റെ തന്തയുടെ കല്യാണത്തിന് നിന്നെ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. അല്ല, 3 പേരെയും ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. കല്യാണ ഉണ്ണികളായേ വരണേ. രാജു, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഇവര് ക്രൂരതയൊക്കെ ചെയ്യും, ഒട്ടും മടിക്കില്ല. അതിനു മുൻപ് ഇവരെ ബ്ലോക്ക് ചെയ്യണം. എങ്ങനെ? രാജു, സിസ്റ്റർ പവിത്രയായിട്ട് വേഷം മാറി വന്ന് അച്ഛനെ ചികിത്സിച്ചത് അമ്മ തന്നെയാണെന്ന് ഞാൻ അച്ഛനെ ബോധ്യപ്പെടുത്താൻ പോവാ. അതിന് തെളിവ് വേണ്ട ഋതു. തെളിവ് ഈ അംബികയുടെ കയ്യിൽ തന്നെ ഉണ്ട് രാജു. എന്ത് തെളിവ്? നമ്മൾ അച്ഛൻ തന്ന വിഷുക്കൈ നീട്ടവും വിഷുക്കോടിയും അമ്മയ്ക്ക് കൊടുക്കുന്ന ആ വീഡിയോ. പക്ഷേ അതെങ്ങനെ അവരുടെ ഫോണിൽ നിന്ന് എടുക്കും? രണ്ടു മൂന്ന് ദിവസം കാണാതിരുന്നപ്പോഴേ എനിക്ക് തോന്നിയതാ, നീ ഏതോ വള്ളിക്കെട്ട് പിടിക്കാൻ പോയിട്ടുണ്ടെന്ന്.
നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിടുന്നത്? വിരോധമുള്ളവരെയൊക്കെ ചെന്ന് കൊന്നേക്കാൻ നീ ആരാ, യമകാലനോ? യമകാലൻ പോലും ആയുസ് എത്തിയവരെ മാത്രമേ കൊണ്ടുപോകൂ. അങ്കിളെ ഞാൻ നീ ഒന്നും പണയണ്ട. നീ എന്തിനു ചാടി പുറപ്പെട്ടാലും അത് പൊളിയും. ആ വർമ്മയെ നീ കൊല്ലാൻ ശ്രമിച്ച കേസിലാ ഞാനൂടി ഇപ്പൊ അകത്ത് കിടക്കുന്നത്. പിന്നെ എന്റെ അമ്മയെ എങ്ങനെ ഉപദ്രവിച്ച ആ ഋതിക ഞാൻ വെറുതെ വിടണമെന്നാണോ അങ്കിൾ ഈ പറയുന്നത്? ആ ഋതികയെ കൊന്ന് അകത്ത് കിടക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ പിന്നെ എന്തിനാണോ എന്റെ മകളെ കല്യാണം ആലോചിച്ചത്? നീ ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനും ഒക്കെ മറ്റുള്ളവരെ കൊല്ലാൻ നടന്നാൽ എന്റെ മകളുടെ ഭാവി എന്താവും? ഇങ്ങനെ പോയാൽ ദീപക്കേ നമ്മൾ തമ്മിലുള്ള ടേംസ് തെറ്റുവേ. നീ ഇന്നലെ വരെ എന്ത് മര്യാദകേട് കാണിച്ചിട്ടുണ്ടെങ്കിലും അത് അതീ അനന്തപിള്ളയ്ക്ക് വിഷയമല്ല. പക്ഷേ എന്റെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ ആ നിമിഷം മുതൽ നീ അടിമുടി മാറിയേ പറ്റൂ. അയ്യോ അങ്കിളെ, അങ്കിൾ എന്ത് പറയുന്നോ ഞാൻ അതുപോലെ അനുസരിക്കാം. ഞാനും നീ ഒരുമിച്ച് കള്ളു കുടിച്ചിട്ടുണ്ട്. ചില കൊലപാതക ശ്രമങ്ങളും പല ഉഡായിപ്പുകളും നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് വേ, ഇത് റേ. എന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ച് തരാൻ നിശ്ചയിച്ച നിമിഷം മുതൽ നീ മരുമകനും ഞാൻ നിന്റെ ഫാദർ ലോയും ആണ്. ഞാൻ അങ്കിളുടെ മകളെ കാണാനൊന്ന് അമേരിക്കയിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നതാ. അതിനെന്തിനാടാ അനുവാദം? നീ അടുത്ത ഫ്ലൈറ്റിൽ അമേരിക്കയ്ക്ക് പോ. ചെന്നവളെ കാണ്. ചെറിമേ, ഇപ്പോ അവരകത്ത് കയറിയിട്ടുണ്ട്. ചെറിമ വാ.